SM സ്ട്രീറ്റ് എത്തി. ഹായ് ഗായ്സ്, ഞാൻ കോഴിക്കോട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാനും ഹരിതയും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു. അങ്ങനെ ഒരു നീണ്ട 4-5 വർഷത്തിന് ശേഷം, 4 വർഷമായോ, മേ ബി 3 or 4 ഇയേഴ്സിന് ശേഷം ഞങ്ങൾ മീറ്റ് ചെയ്യാണ്. ഞാനിവിടെ കോഴിക്കോട് കല്യാണത്തിന് വന്നപ്പോൾ ഹരിതയുടെ വീട്ടിലും കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ഡ്രീം ബിക്കംസ് ട്രൂ. ഇന്നലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ എത്തിയായിരുന്നു. പിന്നെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് ഇരുന്നിരുന്ന് രാത്രി 1 മണി ആയപ്പോഴാണ് കിടന്ന് ഉറങ്ങിയത്. അത്രയും വിശേഷം ഉണ്ടായിരുന്നു പറയാനായിട്ട്. അങ്ങനെ ഇന്നലെ രാത്രി ഞങ്ങൾ ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കുറേ നടന്നു. ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല രാത്രി നടക്കാനെടുക്കാനൊക്കെ. ഹരിതയുടെ വീടിൻ്റെ പുറത്തേക്ക് നല്ല വ്യൂ ആണ്, ഇങ്ങനെ പാടമൊക്കെ ആയിട്ട്. പിന്നെ ഹരിതയുടെ അമ്മയുടെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് വീടുള്ളത്. അപ്പം ഞങ്ങൾ ഇന്ന് കോഴിക്കോട് കറങ്ങാൻ പോവാം. ഹായ് ഗായ്സ്, ഇതാണ് ഹരിത. ഹായ്. നമ്മളിപ്പോൾ ഗോകുലം മോളിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് ഫുള്ള് കറങ്ങിയടിച്ച് നടക്കുന്നത്. ഞങ്ങള് ബെസ്റ്റീസ് ആയിരുന്നു ഗൈസ്. ഞങ്ങള് 4 വർഷം ഒരേ റൂമിൽ സഹിച്ച് കഴിഞ്ഞവരാണ്. അപ്പോൾ 4 വർഷമല്ല, എത്ര വർഷം? 3-4 വർഷമായി. ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു 3-4 വർഷത്തിന് ശേഷം. അതെ, നീ അങ്ങോട്ട് വാ, ഞാൻ അങ്ങോട്ട് വരാം, പറഞ്ഞു ഫൈനലി വി ആർ ഹിയർ. എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അതെ. കോഴിക്കോടിന്റെ മുക്കുമൂലെ അറിയാവുന്ന ഹരിതയുടെ കൂടെ ഞാനിന്ന് സവാരിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. SM സ്ട്രീറ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുന്നെയാണ് ഇവിടെ വന്നത് കേട്ടോ. വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞാൽ മേ ബി ഒരു 4-5 വർഷമായി കാണും. അപ്പോൾ ഒന്നും കൂടി പോയിട്ട് വരാം. കോഴിക്കോടിൻ്റെ ഒരു മെയിൻ ഷോപ്പിംഗ് ഹബ്ബാണ് ഈ SM സ്ട്രീറ്റ്. ഈ കമ്മലൊക്കെ ഒരു 30-40 റേഞ്ചിലാണ് വില വരുന്നത്. നമ്മൾ വ്യക്തമായിട്ടൊരു പ്ലാൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്ത് വാങ്ങിക്കണം, എത്ര വാങ്ങിക്കണം എന്നൊരു കൺഫ്യൂഷനിലായി പോവും. അങ്ങനെ ഞാനും ആയിപ്പോയി. എന്തായാലും ഒരു അടിപൊളി ഫോൺ കേസ് കിട്ടി ഇവിടുന്ന്. ഗേൾസിന് വേണ്ടതെല്ലാം ഈ സൺഡേ മോളിലുണ്ട്. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. അതെ, കുറേ ഉണ്ട് കേട്ടോ, കുറേ സാധനങ്ങൾ. അതെ, വെറൈറ്റി ഏതെടുക്കണമെന്ന് അറിയില്ല. അങ്ങനെ ഒരു 2-3 മണിക്കൂറിന് ശേഷം കാര്യമായിട്ടൊന്നും വാങ്ങിയില്ലേലും ഞങ്ങൾ SM സ്ട്രീറ്റിൻ്റെ വെളിയിലേക്ക് എത്തി. ഇത് മാനാഞ്ചിറ സ്ക്വയറാണ്. ഞങ്ങളിന്ന് SM സ്ട്രീറ്റ് ഫുള്ള് നടന്ന് കുറേ സാധനമൊക്കെ വാങ്ങി. പിന്നെന്താ, ടോപ്പൊക്കെ വാങ്ങിക്കാൻ കുറേ കയറി. എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്നും കാര്യമായിട്ടൊന്നും എടുത്തൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഡെക്കറേഷൻ ഉണ്ട് ലൈറ്റിൻ്റെ ഒക്കെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ബീച്ചിൽ പോകണം.
ക്യൂട്ട്നെസ് അമ്മായി ഫ്രം കൊച്ചി. കോഴിക്കോട് അടിപൊളി. എറണാകുളത്തിനെക്കാട്ടി സെറ്റായിട്ട് വന്നോണ്ടിരിക്കുക കോഴിക്കോട്. ബീച്ചിലൊക്കെ ഫുള്ള് തിരക്ക്. മോൾസ് ആണെങ്കിലും എറണാകുളം പോലെ തന്നെ ആയിട്ടുണ്ട് കോഴിക്കോട്. ഇപ്പോൾ എറണാകുളത്തിനെക്കാട്ടി ബെസ്റ്റ് ആണെങ്കിലേ ഉള്ളൂ. ഞങ്ങള് ഫസ്റ്റ് മീറ്റ് ചെയ്ത കഥ പറയാത്ത. ഞാൻ ഫസ്റ്റ് ഹരിതനെ കാണുമ്പോൾ ഭയങ്കര മെച്യൂരിറ്റി ഉള്ള കൂട്ടത്തിലാന്ന് വിചാരിച്ചത്. എൻ്റെ കളികളും ബഹളവും നടക്കില്ല എന്ന് വിചാരിച്ച് അങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ റൂംമേറ്റ്സ് ആയതിനു ശേഷം പിന്നെ മനസ്സിലായി ഞങ്ങൾ ഒരുമിച്ച് ആയതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഫണ്ണായത് കോളേജ് ലൈഫ്. ശരിക്കും ഞാനും അതെ. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ വിചാരിച്ച്, കാരണം കൊച്ചിന്നാണല്ലോ, അപ്പം ഭയങ്കര ജാടയാണ്, തീരെ മിണ്ടൂല, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ 4 വർഷം ഒരു റൂംമേറ്റ് ആയിരുന്നു. പിന്നെ മനസ്സിലായി നല്ല കുട്ടിയാണ്, പാവാണ്. അതെ, വിചാരിച്ച പോലെ ഒന്നല്ല. പിന്നെ വൈബൊക്കെ സെറ്റാണ്. അതെ. ഇനി നമ്മൾ ബീച്ചിൽ പോകും. ബീച്ചിൽ പോയിട്ട് കഴിഞ്ഞ ദിവസം കയറാത്ത സാധനങ്ങളിലൊക്കെ കയറണം. പാനിപ്പൂരി കഴിക്കണം. ഒരു സാധാരണ പാനിപ്പൂരി കടയിൽ തിരക്കാണത്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് റിയാക്ഷൻ വീഡിയോ നോക്കാം. ആ വായിലിട്, ഫുള്ള് വായിൽ പോട്ടെ. ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാം. ആ വെള്ളം അതിലൊഴിക്ക്. ആ ഇല്ല കിട്ടോ. റൈറ്റ് വേ ടു ഈറ്റ് പാനിപൂരി. ഫുള്ള് പറയും. അയ്യോ. നൈറ്റ് ലൈഫ് അറ്റ് കോഴിക്കോട്. ഗൈസ്, ഞാൻ പാനിപ്പൂരി കൈ കൊണ്ട് ഞാൻ ഫുള്ളായിട്ട് വാങ്ങിട്ടോ. സ്പൂൺ വെച്ച് എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ്. നല്ല പാനിപ്പൂരി ആയിരുന്നു. ഞങ്ങൾ സ്പൂൺ വെച്ചല്ല, ഞങ്ങൾ പാവകൾ കൈ വെച്ചിട്ട്. പക്ഷെ നല്ല പാനിപ്പൂരി ആയിരുന്നു. എറണാകുളത്തെക്കാട്ടി ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഫ്ലൈങ് ബോട്ടിൽ കയറാൻ പോയിട്ട് നിരാശരായി ഞങ്ങൾ മടങ്ങുകയാണ്. ഫ്ലൈങ് ബോട്ടിന് ഒട്ടും ഒരു ത്രില്ലില്ല, പൊങ്ങുന്നില്ല. അത് നമ്മുടെ അതെ ഒട്ടും. അപ്പൊ പിന്നെ അത് ഉപേക്ഷിച്ച് ഇനി ജയന്റ് വീലിൽ പോവാ. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വട്ടം പോയതുകൊണ്ട് എനിക്ക് പേടി കുറവായിരിക്കും. പോയിട്ടുണ്ടോ അതില്? ഇതിൽ കയറിയിട്ടുണ്ട്. ഉത്സവത്തിനൊക്കെ പോകുമ്പോ അവിടെ ഉണ്ടാവും ഇതേപോലെ കാർണിവൽ. ഇപ്പൊ ഇത്രയും മൊബൈലുകളുള്ള കഴിഞ്ഞ ദിവസം കയറിയതുകൊണ്ട് എനിക്കിത് അത്ര പേടിയൊന്നും ആയില്ല. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് നടന്നു. അപ്പോൾ അതാ എല്ലായിടത്തും ഉപ്പിലിട്ടത് വെച്ചിട്ടുണ്ട്. കാലിക്കട്ട് ബീച്ചിൽ വന്നിട്ട് ഉപ്പിലിട്ടത് കഴിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ മോശമാണ്. അതുകൊണ്ട് ഞാനൊരു മാങ്ങയും നെല്ലിക്കയും കഴിച്ചു. ഉപ്പിലിട്ടത് കഴിച്ചതുകൊണ്ട് ഐസ്ക്രീം പിന്നെ കഴിക്കാൻ ഓർത്ത് ഞങ്ങളെത്തിയത് ഈ ചായക്കടയുടെ മുന്നിലാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ കോളിഫ്ലവർ ബജ്ജി, പിന്നെ കാടമുട്ട ഫ്രൈ, കല്ലുമ്മക്കായ ഒക്കെ കഴിച്ചു. ചായക്കൊരു പ്രത്യേക അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.
നമ്മൾ അവരെ കൊപ്പിടിച്ചതാണ്. അതെ നമ്മളെ ഫസ്റ്റ് തുടങ്ങിയ ഇതിനെങ്ങനെ മുകളിലേക്ക് കൊണ്ടു. ഞാനിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ ചെറിയ ചെറിയ കാസൽസ് ഉണ്ടാവില്ലേ, ഗാർഡ്സ് പോലെ. ഓക്കെ, അങ്ങനെ ബീച്ചിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇത് പുതിയാപ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഡെക്കറേഷൻസ് ആണ്. ബട്ടൂര. ഇതിനകത്ത് ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ സ്ട്രോബെറി, ഷമാമോ അങ്ങനെന്തോ, മാംഗോ. മതിയോ? അടിപൊളിയാണ്. അവക്കാഡോ, ഡേറ്റ്സ്, പിന്നെന്തായാലും പ്രോൺസ്, പ്ലമ്മിന്റെ ഉണക്കപ്ലം. ദി നെക്സ്റ്റ് മോർണിംഗ് 11:30 ട്രെയിനിന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. I hope all of you enjoyed this video. We had a very good time in Kozhikode and I'm definitely looking forward to more like these.